ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ, ദ ഫീസ്റ്റ് ഓഫ് ദി ട്രാൻസ്ഫിഗറേഷൻ ഓഫ് അവർ ലോർഡ്. യേശുവിൻ്റെ മുഖകാന്തിയുടെ ദർശന തിരുനാളാണ് അവിടുത്തെ രൂപാന്തരീകരണ തിരുനാൾ. 1456 കലിസ്റ്റസ് മൂന്നാമൻ മാർപ്പാപ്പയാണ് സാർവത്രിക സഭയിൽ ഓഗസ്റ്റ് 6 രൂപാന്തരീകരണ തിരുനാളായി പ്രഖ്യാപിച്ചത്. താബോർ മലയിൽ ക്രിസ്തു തൻ്റെ ദൈവിക കാന്തിയും ദൈവിക സാന്നിധ്യവും വെളിപ്പെടുന്ന സംഭവമാണ് പ്രസ്തുത തിരുനാളിൽ നാം അനുസ്മരിക്കുന്നത്. ക്രിസ്തു തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ഉച്ചസ്ഥായിലാണ് സുവിശേഷം വിവരിക്കുന്ന രൂപാന്തരീകരണം നടക്കുന്നത്. തൻ്റെ രക്ഷാകര യാഗം അർപ്പിക്കുന്നതിനായി ജെറുസലേമിലേക്ക് പോകും വഴിയാണ് അവിടുന്ന് താബോർ മല കയറിയതും രൂപാന്തരീകരണം പ്രാപിച്ചതും. തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ തേജസ് ശിഷ്യന്മാരായ പത്രോസിനും യാക്കോബിനും യോഹന്നാനും വെളിപ്പെടുത്തി കൊടുക്കുന്ന സംഭവമാണ് അവിടുത്തെ രൂപാന്തരീകരണ തിരുനാൾ. യേശു രൂപാന്തരപ്പെടുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പറയുന്നു, നമുക്കിവിടെ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. ഒന്ന് മോശയ്ക്ക്, മറ്റൊന്ന് അങ്ങയ്ക്ക്, പിന്നെ ഒന്ന് ഏലിയായ്ക്ക്. ആ സന്തോഷത്തിൻ്റെ പ്രഭയിൽ അവിടെ തന്നെ കഴിയുവാനാണ് ശിഷ്യന്മാർ ആഗ്രഹിച്ചത്. അതെന്നും മനുഷ്യൻ്റെ പ്രലോഭനമാണ്. എന്നാൽ അതിന് വിരുദ്ധമാണ് യേശുവിൻ്റെ മനോഭാവം. അവിടുന്ന് ശിഷ്യന്മാരെയും കൂട്ടി മലയിറങ്ങുന്നു. പത്രോസിനും യാക്കോബിനും യോഹന്നാനും ലഭിച്ച രൂപാന്തരീകരണത്തിൻ്റെ തേജസ് ക്രിസ്തു ശിഷ്യരായ നമുക്കും സ്വായത്തമാക്കാം. ക്രിസ്തു പഠിപ്പിച്ചത് സ്നേഹത്തിൻ്റെ ആനന്ദമാണ്. ആ സ്നേഹത്തിൽ ജീവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ആമേൻ.